ഇന്ന് ഞാനൊരു റംബുട്ടാൻ തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ സ്വന്തം റംബുട്ടാൻ തോട്ടം അല്ല കേട്ടോ, ഇതെൻ്റെ ചാച്ചൻ്റെ റംബുട്ടാൻ തോട്ടമാണ്. ചാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ അനിയനാണ്. പപ്പയുടെ അനിയന്മാരായിട്ട് ഞങ്ങൾ ചാച്ചാന്നൊക്കെ വിളിക്കുന്നത്. ഇത് കർണാടകയിലാണ്, ഞങ്ങൾ താമസിക്കുന്ന കർണാടകയിലാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ചാച്ചൻ്റെ വീട്. ഞങ്ങൾ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ടേ വീട്ടിൽ വരെ ഒന്ന് പോയതാണേ. അപ്പോൾ ഇതാ ചാച്ചൻ്റെ അടുത്ത് പോയപ്പോൾ റംബുട്ടാൻ തോട്ടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമുക്ക് റംബുട്ടാൻ തോട്ടം കാണാൻ പോയാലോ? അപ്പോൾ റംബുട്ടാനൊക്കെ എന്തോരം ആയി, പഴുത്തോ എന്നൊക്കെ നോക്കാം. പഴുത്തോ നമുക്ക് പറിച്ച് തിന്നാം. അപ്പോൾ ഇതാ ഗൈസ്, നിറയെ പഴം കിടപ്പുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കണ്ടിട്ട് കൊതിയായിട്ടും വില. നിറയെ പച്ചയും പഴം ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. പകുതി പഴുത്തതും ഫുള്ള് പഴുത്തതും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ വെച്ചിട്ട് 4 വർഷമായി കേട്ടോ ചാച്ചൻ പറഞ്ഞു. കഴിഞ്ഞ പോലെ അതിലും കുറച്ച് ഇതിലേക്ക് കേട്ടോ കായ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇക്കൊല്ലം ഇതാ നിറയെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് ഇതുപോലെ ഇത്ര അടുത്ത് റംബുട്ടാൻ പഴങ്ങളൊക്കെ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നത് കാണുന്നത്. എന്ത് ഭംഗിയല്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മുടെ കയ്യിൽ ഇങ്ങനെ തൊടാൻ പറ്റും കേട്ടോ, നമ്മൾ ഇങ്ങനെ കയ്യിൽ പറിച്ചെടുക്കാൻ പറ്റും, അത്ര അടുത്തായിരുന്നു. ഇതുണ്ടോ കുട്ടികളൊക്കെ സത്യം പറഞ്ഞാൽ കരിമ്പത്തോട്ടത്തിൽ ആന കയറിയ പോലെ ആയിരുന്നു ഗൈസ്. കുട്ടികളൊക്കെ ഇതാ ഓടി നടന്ന് പറിച്ച് തിന്നുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ചാച്ചനെങ്ങാലും കണ്ടാൽ ഒന്നും പറയില്ല കേട്ടോ, ചാച്ചൻ പാവാണേ. ചാച്ചൻ പറയും നമ്മുടെ കുട്ടികളല്ലേ, അവർ പറിച്ച് തിന്നോട്ടെ, അവർക്ക് എത്ര വേണമല്ലോ അവർ പറിച്ച് തിന്നു. പിന്നെ ചാച്ചൻ പറയേ മക്കളെ നല്ല പഴുത്തത് നോക്കിയാട്ടോ പറിക്കാവുള്ളൂ എന്ന് പറയും കേട്ടോ. എന്തായാലും നമ്മുടെ സ്വന്തം ചാച്ചൻ്റെ തോട്ടം ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വേറൊരാളുടെ തോട്ടത്തിൽ നമ്മളിങ്ങനെ പോയെങ്കിൽ നമുക്ക് പറിക്കാനോ തിന്നാനോ ഒക്കെ ഒരു മടിയായിരിക്കില്ലേ. അപ്പം നമ്മുടെ സ്വന്തം തോട്ടം പോലെ തന്നെയാണ് കേട്ടോ. എന്തായാലും ഇവിടെ വന്ന് പറിച്ച് തിന്ന് കുട്ടികളുടെ ആ കൊതി മാറിയിട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് റംബുട്ടാൻ ഇവിടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. കർണാടകയിൽ തീരെ കുറവാണ് റംബുട്ടാനൊക്കെ. അതും നമ്മുടെ ആ സൈഡ് ഇപ്പം ഞാനുള്ളത് എൻ്റെ വീടുള്ളത് ഇപ്പം ഉടുപ്പി ഡിസ്ട്രിക്റ്റ് അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരത്തിന് താഴെയാണ്. എന്നെ കെട്ടിച്ചേക്കുന്നത് ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ്, അത് ചുരത്തിന് മുകളിലാണ്. അപ്പോൾ അവിടെയൊന്നും റംബുട്ടാനൊന്നും അധികം ഇല്ല കേട്ടോ. അവിടെ റംബുട്ടാൻ ആവത്തില്ല അങ്ങനെ. അവിടുത്തെ ക്ലൈമറ്റിന് ഇതത്ര നല്ലതല്ല, റംബുട്ടാൻ കൃഷി അത്ര ചേരുന്നതല്ല അവിടുത്തെ ക്ലൈമറ്റിന്. പക്ഷേ ഇവിടെയൊക്കെ നന്നായിട്ട് ഇതുണ്ടാവും കേട്ടോ. നല്ല ക്ലൈമറ്റാണ് ഇവിടെ. കേരളത്തിലെ പോലത്തെ തന്നെ ഒരു ക്ലൈമറ്റാണ് ഇവിടെയൊക്കെ ഉള്ളത്, ഈ ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാടൊക്കെ ആയി വരുന്നുണ്ട്. എന്നാലും കുറവാണ് കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നും കാണാൻ, കേരളത്തിലെ പോലെ അങ്ങനെയൊന്നും കാണാൻ കിട്ടത്തില്ല. ഇവിടെയുള്ള ആൾക്കാർ കന്നഡക്കാർക്കൊക്കെ ഇത് അറിയാവുന്ന പോലും അറിയത്തില്ല. ഇപ്പോൾ ഒക്കെ അറിയാമായിരിക്കും, എന്നാലും ചുരുക്കം ചിലർക്കൊന്നും അറിയത്തില്ലാത്തവരും ഉണ്ട് കേട്ടോ ഈ ഫ്രൂട്ടിനെ പറ്റി. പിന്നെ നമ്മുടെ വീട്ടിൽ എന്നെ കെട്ടിച്ചേക്കുന്നിടത്തൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഇത്രയും നന്നായിട്ടൊന്നും ആവത്തില്ല. എന്നാലും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും വേണമല്ലോ എന്ന് ഓർത്ത് ഇതും വെച്ചിട്ടുണ്ട് ആ കൂടെ. പക്ഷേ അത് കായ്ച്ചിട്ടൊന്നുമില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ ഇത് തിന്നാനായിട്ട്. എത്ര തിന്നാലും മതിയാവില്ല, അത്രയ്ക്ക് കൊതിയായിരുന്നേ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്രയ്ക്ക് കൊതി ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മുടെ സ്വന്തം വീട്ടിൽ എന്തുണ്ടെങ്കിലും നമുക്കത് ആവശ്യം ഉണ്ടാവില്ല, പിന്നെ അത് വേണ്ട നമുക്ക്. പക്ഷേ മറ്റുള്ളവരുടെ പറമ്പിൽ നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ആർത്തിയായിരിക്കും കേട്ടോ അത് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ചെറിയ സ്റ്റോറി എനിക്ക് ഓർമ്മ വരുവാണ്. കാരണം